എല്ലാവർക്കും ആത്മനമസ്കാരം. ശ്രീമൻ നാരായണീയം ദശകം 25 നരസിംഹാവതാരം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഭാഗത്തിൽ കണ്ടു, ഹിരണ്യകശിപു ആ തൂണിന്മേൽ ആഞ്ഞൊന്ന് അടിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ കാതുകളെ പോലും തവിട്ടുപൊടിയാക്കും വിധം ഈ ലോകം ഇതിനു മുൻപ് കേട്ടിട്ടില്ലാത്ത ഭയങ്കരമായ ഒരു ശബ്ദമാണ് കേട്ടത്. ഈ ശബ്ദം എവിടെ നിന്ന് വരുന്നു എന്നറിയാൻ ഹിരണ്യകശിപു ചുറ്റും നോക്കി നിൽക്കെ തൂണിൽ നിന്നും മനുഷ്യരൂപവുമല്ല മൃഗരൂപവുമല്ലാതെ ഭഗവാൻ നരസിംഹമൂർത്തി പുറത്തേക്ക് വന്നു. അദ്ദേഹത്തെ ഇത് മഹാവിഷ്ണു തന്നെ എന്ന് തീരുമാനിച്ചുറപ്പിച്ച ഹിരണ്യകശിപു ആദ്യം ഗദ ചുഴറ്റിക്കൊണ്ട് നരസിംഹമൂർത്തിയുടെ അടുത്തേക്ക് ഓടിച്ചെന്നെങ്കിലും ഭഗവാൻ തൻ്റെ തടിച്ച കൈകൾ കൊണ്ട് അവനെ കടന്നു പിടിച്ചു. എന്നാൽ ഹിരണ്യകശിപു ആ പിടിയിൽ നിന്നും കുതറി പുറത്തേക്ക് വന്ന് വീണ്ടും വാളും പരിചയും എടുത്ത് ഭഗവാന്റെ മുന്നിൽ പലതരത്തിലുള്ള അടവുകളും കാണിച്ചു. അത്രയുമായപ്പോൾ ഇനി ഭഗവാൻ നരസിംഹമൂർത്തി ഹിരണ്യകശിപുവിനെ വധിക്കുന്നതാണ് നമ്മൾ 6ാമത്തെ ശ്ലോകത്തിൽ കാണാൻ പോകുന്നത്. ശ്ലോകം 6. ഭ്രാമ്യന്തം ദിദിജാധമം പുനരഭി പ്രോദ്ഗൃഹ്യ ധൂർഭ്യാം ജവാദ് ദ്വാരേ ധോരുയുഗേ നിപാത്യ നഖരാൻ വ്യുത്കായ വക്ഷോ ഭുവി നിർഭിന്ദന്നധിഗർഭ നിർഭരകളദ്രക്താംബുബദ്ധോത്സവം പായം പായമുദൈരയോ ബഹുജഗത് സംഹാരി സിംഹാരവാൻ. ഭ്രാമ്യന്തം ദിദിജാ അധമം പുനഃ അപി പ്രോദ്ഗൃഹ്യ ദോർഭ്യാം ജവാദ് ദ്വാരേ അധ ഊരുയുഗേ നിപാത്യ നഖരാൻ വ്യുത്കായ വക്ഷോഭുവി നിർഭിന്ദൻ അതിഗർഭ നിർഭര ഗള രക്താംബ ബദ്ധോത്സവം പായം പായം ഉദൈരയഃ ബഹു ജഗത് സംഹാരി സിംഹാരവാൻ. ഭ്രാമ്യന്തം ദിദിജാ അധമം, അതായത് ഭ്രാമ്യന്തം എന്ന് വെച്ചാൽ പിടികൊടുക്കാതെ ഇങ്ങനെ ഭഗവാന് നരസിംഹമൂർത്തിക്ക് പിടികൊടുക്കാതെ വട്ടം തിരിയുന്ന ദിദിജാ അധമം, അധമനായ ആ ദൈത്യനെ ഹിരണ്യകശിപുവിനെ പുനഃ അഭി പിന്നീട് രണ്ടാമതും ജവാദ് പൊടുന്നനെ തന്നെ ദോർഭ്യാം പ്രോദ്ഗൃഹ്യ തൻ്റെ 2 കൈകൾ കൊണ്ട് മുറുകെ പിടിച്ച് അമർത്തി ഉയർത്തിയിട്ട്, അതായത് ഭഗവാൻ പിടികൊടുക്കാതെ ഇങ്ങനെ വട്ടം തിരിഞ്ഞ് കളിക്കുന്ന ആ ഹിരണ്യകശിപുവിനെ തൻ്റെ 2 കൈകൾ കൊണ്ടും മുറുക്കി അങ്ങ് പിടിച്ചു ഉയർത്തിയിട്ട് അധഹ പിന്നെ ദ്വാരേ ഊരുയുഗേ, അതായത് ഉമ്മറപ്പടിയിന്മേൽ തൻ്റെ ഊരുയുഗേ 2 തുടകളിന്മേലായി നിപാത്യ മലർത്തി കിടത്തിയിട്ട് വക്ഷോഭുവി നഖരാൻ അവൻ്റെ മാറിടത്തിൽ തൻ്റെ നഖങ്ങൾ വ്യുത്കായ അമർത്തി താഴ്ത്തി നിർഭിന്ദൻ ആ മാറ് പിളർത്തിക്കൊണ്ട് അതിഗർഭ നിർഭരകളത് ഉള്ളിൽ നിന്നും കുടുകുടേ ചാടുന്ന ആ രക്താംബു ബദ്ധോത്സവം ബഹുരസമായിട്ട് തുടരെ പായം അങ്ങ് പാനം ചെയ്തുകൊണ്ട് ജഗത് സംഹാരി സിംഹാര ലോകങ്ങളെയെല്ലാം ഛിന്ന ഭിന്നമാക്കുമാറുള്ള സിംഹനാദങ്ങളെ സിംഹാരവാൻ ജഗത് സംഹാരി സിംഹാരവാൻ, അതായത് ആ സിംഹനാദങ്ങളെ ബഹു ഉദൈരയഃ അങ്ങ് ധാരാളമായി പുറപ്പെടുവിച്ചല്ലോ എന്ന്. അപ്പോൾ ബ്രഹ്മദേവനിൽ നിന്നും അനുഗ്രഹം കിട്ടിയിട്ടുണ്ടല്ലോ ഹിരണ്യകശിപുവിനെ. അതായത് വീടിനകത്തോ പുറത്തോ ആകാശത്തോ നിലത്തോ വെള്ളത്തിലോ കരയിലോ ഒന്നും ആയുധങ്ങൾ കൊണ്ടോ രാത്രിയോ പകലോ ഒന്നും തന്നെ കൊല്ലാൻ പാടില്ല എന്ന്, വധിക്കപ്പെടാൻ പാടില്ല എന്നുള്ളത്. അപ്പോൾ ഭഗവാൻ ആ രീതിയിൽ തന്നെയാണ് ആ കർമ്മത്തെ നിർവഹിച്ചത്. തൻ്റെ കയ്യിൽ നിന്നും ചാടി നടക്കുന്ന ആ ദൈത്യനെ 2 കൈകൊണ്ടും കൂടി അങ്ങ് മുറുക്ക പിടിച്ചങ്ങ് ഉയർത്തിയിട്ട് ആ ഉമ്മറപ്പടിയിന്മേൽ തൻ്റെ 2 തുടകളിന്മേൽ അങ്ങോട്ട് മലർത്തി കിടത്തി ആ കയ്യിലെ നഖങ്ങൾ കൊണ്ട് അവൻ്റെ മാറിടത്തിൽ അമർത്തി അങ്ങ് താഴ്ത്തിയിട്ട്
രണ്ടായി പിളർത്തി. ആ മാറിൽ നിന്നും പുറത്തേക്കൊഴുകുന്ന കുടുകുടെ ചാടുന്ന ചുടുരക്തം അതൊരു രസമായിട്ട് ഇങ്ങോട്ട് എടുത്ത് ആ കുടൽമാലയടക്കങ്ങ് തുടരെ തുടരെ എടുത്ത് ഭഗവാൻ അത് പാനം ചെയ്തു. അങ്ങനെ ഈ ലോകത്തെ എല്ലാം ഛിന്ന ഭിന്നമാക്കുമാറുള്ള ഒരു സിംഹനാദത്തെയും ഭഗവാൻ അങ്ങ് പുറപ്പെടുവിച്ചുവല്ലോ. ശ്ലോകം 7. ത്യക്ത്വാ തം ഹതമാശു രക്തലഹരീം സിക്തോ നമദ്വർഷ്മണി പ്രത്യുത്പത്യ സമസ്തദൈത്യപടലീം ചാക്യാദ്യമാനേ ത്വയി ഭ്രാമ്യദ്ഭൂമിവികമ്പിതാം ഭുതികുലം വ്യാലോലശൈലോത്കരം പ്രോത്സർപ്പത്ഖചരം ചരാചരമഹോ ദുസ്താമവസ്ഥാം ദധൗ. ത്യക്ത്വാ തം ഹതം ആശു രക്തലഹരീ സിക്തം ഉന്നമത് വർഷ്മണി പ്രത്യുത്പത്യ സമസ്തദൈത്യപടലീം ച ആഖ്യാദ്യമാനേ ത്വയി ഭ്രാമ്യത് ഭൂമി വികമ്പിതാം ഭുതികുലം വ്യാലോല ശൈലോത്കരം പ്രോത്സർപ്പത് ഖചരം ചരാചരം അഹോ ദുസ്തം അവസ്ഥാം ദധൗ. ത്വയി ഭഗവാനെ അവിടുന്ന് ആശു വളരെ പെട്ടെന്ന് തന്നെ ഹതം കൊന്നുകളഞ്ഞ തം ത്യക്ത്വ. തം എന്ന് വെച്ചാൽ ആ ഹിരണ്യകശിപുവിനെ, ത്യക്ത്വ എന്ന് വെച്ചാൽ ഉപേക്ഷിച്ചിട്ട്, അതായത് അവിടെ ഇട്ടു എന്ന് അവന്റെ ശരീരം. വളരെ പെട്ടെന്ന് തന്നെ ഭഗവാനെ അങ്ങ് കൊന്നുകളഞ്ഞ ആ ഹിരണ്യകശിപുവിന്റെ ശരീരത്തെ അവിടെ ഇട്ടിട്ട് രക്തലഹരി സിക്തം ഉന്നമത് വർഷ്മണി ചോര വീണ് നനഞ്ഞതും ഉന്നമത് വർഷ്മണി പൊന്തിയുയരുന്നതുമായ പ്രത്യുത്പത്യ ആ ശരീരത്തോടെ കുതിച്ചങ്ങ് ചാടിയിട്ട് സമസ്ത ദൈത്യപടലിയും തൻ്റെ നേരെ വരുന്ന സകല ദൈത്യ സമൂഹത്തെയും ആഖ്യാതമാനെ വീണ്ടും വീണ്ടും കടിച്ചു കുടഞ്ഞു കളഞ്ഞു. അഹോ ആശ്ചര്യം തന്നെ. ചരാചരം സകല സ്ഥാവര ജംഗമാത്മകമായ ഈ ജഗത്ത് മുഴുവനും ആകെ ഭ്രാമ്യത് ഭൂമി വല്ലാതെ ചുഴലുന്ന ഭൂമിയോടുകൂടിയതും വികമ്പിതാം ഇളകിമറിയുന്ന ഭുതികുലം സമുദ്രത്തോടു കൂടിയതും വ്യാലോല ശൈലോത്കരം കിടന്നു കുലുങ്ങുന്ന പർവ്വതങ്ങളോട് കൂടിയതും പ്രോത്സർപ്പത് ഖചരം തെറ്റിത്തെറിക്കുന്ന ജ്യോതിർഗോളങ്ങളോട് കൂടിയതുമായിട്ട് ദുസ്തം അവസ്ഥാം ദദൗ, അതായത് നില തെറ്റിയ, ലോകം മുഴുവനും ഒട്ടും സുഖമല്ലാതെ ആകെ നില തെറ്റിയ ഒരു അവസ്ഥയിലായി തീർന്നു എന്ന്. അപ്പൊ ഹിരണ്യകശിപുവിനെ വധിച്ചിട്ടും ഭഗവാൻ ആ കോപം അടങ്ങിയില്ല. വളരെ പെട്ടെന്ന് തന്നെ ഹിരണ്യകശിപുവിനെ വധിച്ചു. അവന്റെ ശരീരം അവിടെ ഇട്ടിട്ട് അവിടെ നിന്ന് അങ്ങ് ചാടി എണീറ്റു. ചോര വീണ് നനഞ്ഞ ആ ശരീരത്തോടു കൂടി കുതിച്ച് ചാടിയിട്ട് തൻ്റെ നേരെ പാഞ്ഞു വരുന്ന സകല ദൈത്യ അസുര സമൂഹത്തെയും വീണ്ടും വീണ്ടും അങ്ങ് കടിച്ചു കുടഞ്ഞു കളഞ്ഞു എന്ന്. ആശ്ചര്യം തന്നെയാണ്. ഈ ജഗത്തിലെ സകല ചരാചരങ്ങളും നിറഞ്ഞ ഈ ജഗത്താകെ, ലോകമാകെ വല്ലാതെ ചുഴലുന്ന ഭൂമി ആകെ വല്ലാതെ കിടന്ന് ചുഴലാൻ തുടങ്ങി. ഇളകി മറിയുന്ന സമുദ്രങ്ങളായി, കിടന്ന് കുലുങ്ങുന്ന പർവ്വതങ്ങളോട് കൂടി, സ്ഥാനം തെറ്റിത്തെറിക്കുന്ന ജ്യോതിർഗോളങ്ങളോട് കൂടിയതും അങ്ങനെ ആകെ നിലതെറ്റിയ ഒരു അവസ്ഥയിലായി മാറി ലോകം മുഴുവനും. ശ്ലോകം 8. താവത് മാംസവഭാകരാളവഭുഷം ഘോരാന്ദ്രമാലാധരം ത്വാം മധ്യേ സഭമിദ്ധരോഷമുഷിതം ദുർവാരഗുർവാരവം അഭ്യേതും ന ശശാക കോപി ഭുവനെ ദൂരെ സ്ഥിതാഭീരവാ സർവേ ശർവവിരിഞ്ച വാസവമുഖാ പ്രത്യേകമസ്തോഷതാ. താവത് മാംസ വപാ കരാള ബഭുഷം ഘോരാന്ത്രം മാലാധരം ത്വാം മധ്യേ സഭം ഇദ്ധരോഷം ഉഷിതം ദുർവാര ഗുർവാരവം അഭ്യേതും ന ശശാക
കഹ അഭി ഭുവനെ ദൂരെ സ്ഥിത ഭീരവഃ ദൂരെ സ്ഥിതഃ ഭീരവഃ സർവേ ശർവ വിരിഞ്ച വാസവമുഖാഃ പ്രത്യേകം അസ്തോഷതഃ. താവത് ആ സമയത്ത്, അതായത് ഭഗവാൻ ഇങ്ങനെ ഹിരണ്യകശിപുവിനെ വധിച്ച് തനിക്ക് നേരെ വരുന്ന മറ്റെല്ലാ അസുരന്മാരെയും കടിച്ചു കീറിക്കൊണ്ട് അവിടെ ഇങ്ങനെ അലറിക്കൊണ്ട് നിൽക്കുകയാണ്. ആ സമയത്ത് ആ ഘട്ടത്തിൽ മാംസവഭാ കരാളവഭുഷം, അതായത് കൊല്ലപ്പെട്ട അസുരന്മാരുടെ മാംസത്താലും രക്തത്താലും ഭയങ്കരമായി തീർന്ന ശരീരത്തോടു കൂടിയവനും ഘോരാന്ത്രമാലാധരം, കിടിലം കൊള്ളിക്കുന്ന കുടൽമാല ധരിച്ചവനും, ഹിരണ്യകശിപുവിന്റെ കുടൽമാല എടുത്ത് കഴുത്തിലണിഞ്ഞവനും, ദുർവാര ഗുർവാരവം, ചെവി തുളച്ചു കയറുന്ന മഹാസിംഹനാദം മുഴക്കുന്നവനുമായ ആ ഭഗവാൻ, ആ നരസിംഹമൂർത്തി മധ്യേ സഭം, ആ സഭാമധ്യത്തിൽ ഹിരണ്യകശിപുവിന്റെ സിംഹാസനത്തിൽ ഇരുന്ന് യുദ്ധരോഷം ഉഷിതം, വർദ്ധിച്ച കടും കോപത്തോടെ ഇരുന്നരുളിയവനുമായ ത്വാം, ഭഗവാനെ, അങ്ങയുടെ അഭ്യേത്വം, അടുത്തേക്കൊന്ന് ചെല്ലുവാൻ, ഭുവനെ, ഈ ലോകത്തിൽ കഹ അഭിന ശശാകഹ, ആർക്കും തന്നെ ശക്തിയുണ്ടായില്ല എന്ന്. ഭഗവാന്റെ അടുത്തേക്കൊന്ന് ചെല്ലുവാൻ ഈ ലോകത്തിൽ ഒരുവനും ശക്തിയില്ലായിരുന്നു, ശക്തനായില്ല. ശർവഹ, ശിവൻ, വിരിഞ്ചഹ, ബ്രഹ്മാവ്, വാസവമുഖ, ദേവേന്ദ്രൻ തുടങ്ങിയ സർവേ, എല്ലാവരും, ഭീരവഹ, പേടിച്ച് വിറച്ച്, ദൂരേ സ്ഥിതഃ, അകലെ നിന്നുകൊണ്ട്, പ്രത്യേകം അസ്തോഷത, ഭഗവാനെ വെവ്വേറെ വെവ്വേറെ സ്തുതിച്ചു. അത്രയേ അവർക്കും ധൈര്യമുള്ളൂ എന്നർത്ഥം. അപ്പോൾ ഭഗവാൻ അങ്ങനെ എല്ലാ അസുരന്മാരെയും കട്ടിച്ചു കുടഞ്ഞുകൊണ്ട് ആ മാംസവും രക്തവും കലർന്ന് ഭയങ്കരമായി തീർന്ന ശരീരം, കഴുത്തിലാണെങ്കിൽ ഹിരണ്യകശിപുവിന്റെ കുടൽമാല ചാർത്തിയിരിക്കുന്നു, ചെവി തുളച്ചു കയറുന്ന സിംഹനാദം, ആ ഗർജനം, ഇതെല്ലാം കൊണ്ടും ആ സഭാമധ്യത്തിൽ ഹിരണ്യകശിപു ഇരുന്നിരുന്ന സിംഹാസനത്തിൽ അങ്ങനെ അലറിക്കൊണ്ടിരിക്കുകയാണ്. ഭഗവാന്റെ അടുത്തേക്ക് ഒന്ന് ചെല്ലുവാൻ ആർക്കും തന്നെ ധൈര്യമില്ല. മഹാദേവനും ബ്രഹ്മാവും ദേവേന്ദ്രനൊക്കെ പേടിച്ചു വിറച്ച് വെവ്വേറെ മാറി നിന്നുകൊണ്ട്, അകന്നു നിന്നുകൊണ്ട് ഭഗവാനെ സ്തുതിക്കുക മാത്രമാണ് ചെയ്തത് എന്നർത്ഥം. ശ്ലോകം 9. ഭൂയോപ്യക്ഷതരോഷധാംനി ഭവതി ബ്രഹ്മാജ്ഞയാ ബാലകേ പ്രഹ്ലാദേ പദയോർനമത്യപഭയേ കാരുണ്യഭാരാകുലാ ശാന്തസ്ത്വം കരമസ്യ മൂർധ്നി സമധാ സ്തോത്രൈരദോദ്ഗായതാസ് തസ്യാ കാമധിയോഭിതേ നിധവരം ലോകായ ചാനുഗ്രഹം. ഭൂയഃ അഭി അക്ഷതരോഷധാംനി ഭവതി ബ്രഹ്മാജ്ഞയാ ബാലകേ പ്രഹ്ലാദേ പദയോഃ നമതി അപഭയേ കാരുണ്യഭാരാകുലഃ ശാന്തഃ ത്വം കരം അസ്യ മൂർധ്നി സമധാഃ സ്തോത്രൈഃ അധ ഉദ്ഗായത തസ്യ അകാമധിയഃ അഭി തേ നിധവരം ലോകായ ച അനുഗ്രഹം. ഭൂയഃ അഭി, അങ്ങനെ ബ്രഹ്മാവും മഹാദേവനും ദേവേന്ദ്രനും എല്ലാവരാലും ഇങ്ങനെ സ്തുതിക്കപ്പെട്ടിട്ടും ഭവതി, അവിടുന്ന് ഭഗവാനെ അങ്ങ് അക്ഷത രോഷധാംനി, അടങ്ങാത്ത കടും കോപത്തോടെ അവിടെ ഇരിക്കവേ ബ്രഹ്മാജ്ഞയാ ബാലകേ, ബ്രഹ്മാവിന്റെ ആജ്ഞപ്രകാരം ഹേതുവായിട്ട് പ്രഹ്ലാദേ, ആ കുട്ടിയായ പ്രഹ്ലാദൻ അപഭയേ, ഒരു പേടിയും കൂടാതെ പദയോഹോ നമതി, ആ നരസിംഹമൂർത്തിയുടെ തൃക്കാൽക്കൽ വന്ന് നമസ്കരിച്ചു. അപ്പോൾ ത്വാം, അവിടുന്ന് കാരുണ്യഭാരാകുലഃ, കടുത്ത കരുണയാൽ പരവശനായിട്ടും ശാന്തഃ, വളരെ ശാന്തനുമായിട്ട് അസ്യ മൂർധിനി, ആ പ്രഹ്ലാദന്റെ നെറുകയിൽ കരം സമാധ, കൈ അമർത്തി വെച്ച്
അഥാ എന്നിട്ട് സ്തോത്രൈഹി ഉറക്കെ സ്തുതികൾ പാടി ഉദ്ഗായത പാടി വാഴ്ത്തുന്ന ആ കുട്ടിക്ക്, നരസിംഹമൂർത്തിയെ ഉറക്കെ സ്തുതികൾ പാടി വാഴ്ത്തുന്ന ആ പ്രഹ്ലാദന് ആ കാമതീയഹ അവന് ഒരു ആഗ്രഹവുമില്ല, അവന് അശേഷവും ഒന്നും തന്നെ വരമായി നേടണമെന്ന ആഗ്രഹമില്ല. അഭി എങ്കിൽ പോലും വരം തേ നിധ അവന് ഒരുപാട് വരങ്ങൾ നൽകി. അതുമാത്രമല്ല ലോകായ അനുഗ്രഹം ച ഈ ലോകത്തിനും അനുഗ്രഹത്തെ നൽകി എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോ എല്ലാവരും ഭയത്തോടെ അകന്നു നിന്നുകൊണ്ട് നരസിംഹമൂർത്തിയെ സ്തുതിക്കുകയാണ്. ഇവരാലൊക്കെ സ്തുതിക്കപ്പെട്ടിട്ടും കോപമടങ്ങാതെ അവിടെ ഇരിക്കുന്ന നരസിംഹമൂർത്തി ഇരിക്കുന്നത് കണ്ടിട്ട് ബ്രഹ്മദേവൻ പ്രഹ്ലാദനെ വിളിച്ചിട്ട് പറയാണ്, നീ ചെന്ന് ഭഗവാനെ ശാന്തനാക്കൂ, ഭഗവാന്റെ പാദങ്ങളിൽ നമസ്കരിക്കൂ എന്ന്. ബ്രഹ്മദേവന്റെ ആജ്ഞയെ അനുസരിച്ചുകൊണ്ട് മറ്റെല്ലാവരും ഭയത്തോടെ മാറി നിൽക്കുമ്പോൾ പ്രഹ്ലാദന് മാത്രം ഒരു പേടിയും ഉണ്ടായിരുന്നില്ല. പേടി കൂടാതെ പ്രഹ്ലാദൻ ആ നരസിംഹമൂർത്തിയുടെ തൃക്കാൽക്കൽ ചെന്ന് നമസ്കരിച്ചു. അപ്പോൾ തന്നെ ഭഗവാൻ വളരെയധികം കോപമൊക്കെ ശമിച്ച് വളരെ കാരുണ്യത്തോടും വളരെ ശാന്തതയോടും കൂടി ആ പ്രഹ്ലാദനാകുന്ന ബാലന്റെ നെറുകയിൽ കൈവച്ച് അനുഗ്രഹിച്ചു. അപ്പോഴും പ്രഹ്ലാദൻ ഭഗവാനെ സ്തുതിച്ചുകൊണ്ടിരിക്കുകയാണ്. അവനൊന്നും ആവശ്യപ്പെടുന്നില്ല അനുഗ്രഹമായിട്ട്, അവനൊന്നും ആവശ്യമില്ല എങ്കിൽ കൂടിയും ഭഗവാൻ അവനെ അനുഗ്രഹിച്ചു. എന്തായിരുന്നു ആ അനുഗ്രഹം? എന്നും അന്നും ഇന്നും ഇനി എന്നും എക്കാലത്തും ഭഗവാന്റെ ഏറ്റവും ഉത്തമനായ പരമഭക്തൻ ആരെന്ന് എന്ന ചോദ്യത്തിന് ഒരു ഉത്തരമേ ഉള്ളൂ, അത് പ്രഹ്ലാദനാണ്. ലോകം നിന്നെ അങ്ങനെ വാഴ്ത്തും എന്ന് ഭഗവാൻ അനുഗ്രഹിച്ചു. അതുപോലെ പ്രഹ്ലാദൻ ജനിച്ച് വളർന്ന ഈ ഭൂമി, ഈ ലോകം, ഈ ലോകത്തെയും ഭഗവാൻ അനുഗ്രഹിച്ചു എന്നാണ് പറയുന്നത്. ശ്ലോകം 10. ഏവം നാഡിത രൗദ്രചേഷ്ടിത വിഭോ ശ്രീതാപനീയാഭിധാ ശ്രുത്യന്തസ്ഫുടഗീത സർവമഹിമാ നത്യന്തശുദ്ധാകൃതേ തത്താദൃങ്നിഖിലോത്തരം പുനരഹോ കസ്ത്വാം പരോലംഘയേത് പ്രഹ്ലാദപ്രിയ ഹേ മരുത്പുരപതേ സർവാമയാത് പാഹി മാം. ഏവം നാഡിത രൗദ്രചേഷ്ടിത വിഭോ ശ്രീതാപനീയ അഭിധ ശ്രുത്യന്ത സ്ഫുട ഗീത സർവമഹിമൻ അത്യന്ത ശുദ്ധാകൃതേ തത്താദൃങ് നിഖിലോത്തരം പുനഃ അഹോ കഹ ത്വാം പരഹ ലംഘയേത് പ്രഹ്ലാദപ്രിയ ഹേ മരുത്പുരപദേ സർവാമയാത് പാഹി മാം. ഏവം ഇപ്രകാരം നാഡിത രൗദ്രചേഷ്ടിത രൗദ്രമായ ഭയാനകമായ ആ കോപത്തെ നടിച്ചു കാട്ടിയവനും അത്യന്ത ശുദ്ധാകൃതി ഏറ്റവും ശുദ്ധമായ ആകാരത്തോടു കൂടിയവനും ശ്രീ താപനീയ അഭിധ ശ്രുത്യന്ത സ്ഫുട ഗീത സർവമഹിമൻ ശ്രീ താപനീയം നൃസിംഹതാപനീയം എന്ന ഉപനിഷത്തിൽ വളരെ സ്പഷ്ടമായിട്ട് ശ്രുത്യന്ത സ്ഫുടഗീത സർവമഹിമൻ ആ ഉപനിഷത്തിൽ വളരെ സ്പഷ്ടമായി പാടി പുകഴ്ത്തിയിട്ടുള്ള സകല മാഹാത്മ്യങ്ങളോട് കൂടിയവനും വിഭോ സർവവ്യാപിയുമായ അല്ലയോ ഭഗവാനെ തത്താദൃങ് അങ്ങയോട് ഉപമിക്കുവാൻ ആരുമില്ലാത്ത അല്ലെങ്കിൽ ഉപമിക്കാൻ കഴിയാത്ത നിഖിലോത്തരം സർവോത്കൃഷ്ടനുമായ ത്വാം അങ്ങയെ പുനഃ പരഹ ഇനി മറ്റാർക്കാണ് കഹലങ്കയേത് കടന്നാക്രമിക്കുവാൻ കഴിയുക? അഹോ ആശ്ചര്യം തന്നെയാണ് ഭഗവാനെ. ഹേ പ്രഹ്ലാദപ്രിയ അല്ലയോ പ്രഹ്ലാദപ്രിയനായ ഗുരുവായൂരപ്പ മരുത്പുരപദേ മാം ഈ ഉള്ളവനെ സർവമയാത് സകല രോഗങ്ങളിൽ നിന്നും പാഹി കാത്തരുളേണമേ.
എന്ന മേൽപ്പത്തൂരിന്റെ പ്രാർത്ഥനയും. അപ്പോ ഭഗവാൻ ഇവിടെ ആ രൗദ്രഭാവം അഭിനയിച്ചതാണ്. അതാണ് പറഞ്ഞ് ഇപ്രകാരം രൗദ്രമായ ഭാവത്തെ നടിച്ചു കാട്ടിയവനും എന്ന് വിളിക്കുന്നത്. അതിന് കാരണം എന്തായിരിക്കും? ഈ ഹിരണ്യകശിപായിട്ട് ജനിച്ചത് ഭഗവാന്റെ പാർഷദന്മാരായ ജയവിജയന്മാരിൽ ഒരാളാണ്. ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ടവരാണ് ജയവിജയന്മാർ. അപ്പൊ അവരവരുടെ അഹം, ആ കർമ്മത്തെ അനുഭവിക്കാൻ വേണ്ടിയിട്ട് ഹിരണ്യാക്ഷനും ഹിരണ്യകശിപുവുമായിട്ട് ഭൂമിയിൽ വന്ന് പിറന്നവരാണ്. അപ്പോ ആ ഒരു രൗദ്രഭാവത്തെ അഭിനയിക്കുകയാണ്. കാരണം അവര് ജനിച്ചത് അസുരന്മാരായിട്ടാണ്. അപ്പോൾ അവരെ ഈ നരസിംഹമൂർത്തിയായിട്ടും ജനിച്ച് ആ രൗദ്രഭാവത്തെ അഭിനയിച്ച് തൻ്റെ പാർഷദന്മാരുടെ ആ അഹങ്കാരത്തെ ഭഗവാൻ ശമിപ്പിക്കുകയാണ് ചെയ്തത്. അതാണ് ആ രൗദ്രഭാവത്തെ നടിച്ചു കാട്ടിയവൻ എന്ന് വിളിക്കുന്നത്. എന്നാൽ അത്യന്തം ശുദ്ധമായ ശരീരത്തോടു കൂടിയവനും നൃസിംഹതാപനീയം എന്ന ഉപനിഷത്തിൽ സ്പഷ്ടമായി പാടിപ്പുകഴ്ത്തിയിട്ടുള്ള എല്ലാ മഹാത്മ്യങ്ങളോട് കൂടിയവനുമായ സർവവ്യാപിയായ ഭഗവാനെ, തത്താതൃൻ എന്ന് വെച്ചാൽ അങ്ങയോട് ഉപമിക്കാൻ മറ്റാരെയും കഴിയില്ല, ഉപമിക്കാൻ കഴിയാത്തവനും സർവോത്കൃഷ്ടനുമായ അങ്ങയെ ഇനി കടന്നാക്രമിക്കാൻ ആർക്കാണ് സാധിക്കുക? അങ്ങനെയുള്ള പ്രഹ്ലാദപ്രിയ ഗുരുവായൂരപ്പ, ഈ ഉള്ളവനെ സകല രോഗങ്ങളിൽ നിന്നും കാത്തരുളേണമേ എന്ന മേൽപ്പത്തൂരിന്റെ ഒരു പ്രാർത്ഥനയോടുകൂടി 25-ാമത്തെ ഈ ഒരു ദശകം ഇവിടെ സമാപിക്കുന്നു.